ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേമാതിരിയുള്ള വേസ്റ്റ് പ്ലാസ്റ്റിക് കവേഴ്സ്, വേസ്റ്റ് വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു കിടിലൻ സംഭവം ഉണ്ടാക്കാം. യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഉള്ളത് മൊത്തം ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പോയി കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പ്ലാസ്റ്റിക് കവറും വാട്ടർ ബോട്ടിലും കൂടാണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇതേമാതിരിയുള്ള ബൈൻഡിങ് വയർ വേണം, പിന്നെ ഇതാ ഗ്രീൻ കളർ ടേപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ പെയിൻറ്റും കൂടി വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സെല്ലോ ടേപ്പും ബൈൻഡിങ് വയറൊക്കെ ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും വേണമെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ്. ആദ്യം തന്നെ ഞാൻ എന്താ പ്ലാസ്റ്റിക് കവർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ സൈഡ് രണ്ട് ഭാഗത്തും ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ സാധനമൊക്കെ കൊണ്ടുവരുന്ന ആ പ്ലാസ്റ്റിക് കവർ അല്ല കേട്ടോ, നമ്മൾ വേസ്റ്റ് ഒക്കെ ഇടൂലേ ആ കവറാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധനം കൊണ്ടുവരുന്ന കവറോ ഏത് കവർ വേണമെങ്കിലും എടുക്കാം. അടുത്തതായിട്ട് ആ പ്ലാസ്റ്റിക് കവറിൽ ഒരു കറുത്ത എന്തോ നെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അതും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്, കാരണം ബ്ലാക്ക് കളറായി കാണുമ്പോൾ ഒരു ബോറായിരിക്കും, അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേമാതിരി ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കണം. ഇതേമാതിരി ഞാൻ ഒന്ന് രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനെ വീണ്ടും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അവിടെ നിന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. യെസ്, അപ്പോൾ ഇങ്ങനെ ചെറിയ പീസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഇതിനെ ഓരോന്ന് വിടർത്തി നോക്കുമ്പോൾ നമുക്ക് സിംഗിളായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബട്ട് ഫൈനലി ഈ ഒരു രീതിയിൽ വേണം കട്ടായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ആദ്യം 6 സെപ്പറേറ്റ് ആയിട്ടുള്ള പീസുകൾ ഇങ്ങനെ എടുത്ത് ഒരുമിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ആ എടുത്ത പീസിനെ ഞാൻ ഇങ്ങനെ സിഗ്സാഗ് ആക്കിയിട്ട് എല്ലാം ഒരുമിച്ച് 6 ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് സിഗ്സാഗ് രൂപത്തിൽ ഞാൻ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേമാതിരി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മടക്കി എടുക്കണം. ഞാൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് നമ്മളെ ബൈൻഡിങ് വയർ വേണ്ടത്. അപ്പോൾ ഞാൻ ബൈൻഡിങ് വയർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ആ കവറിൻ്റെ മുകളിലൂടെ ആ ബെൻഡ് ചെയ്ത് ആ ഒരു ഇതിട്ടിട്ട് അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ മടക്കി വെച്ച കവറിൻ്റെ മിഡൽ പാർട്ട് നോക്കിയിട്ട് വേണം നമുക്ക് ആ ബൈൻഡിങ് വയർ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് ഞാൻ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനൊന്ന് ഇതേമാതിരി ഒന്ന് റൗണ്ടാക്കി എടുക്കണം. അപ്പോൾ റൗണ്ടാക്കി എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഓരോ കവറും അവിടെ നിന്ന് എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേമാതിരി മെല്ലെ ഓരോ ഇതും എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ഏകദേശം 6 ഉണ്ടാവും, കാരണം നമ്മൾ 6 പീസാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ഞാൻ ഒരു ഫ്ലവറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ഇതും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു കിടിലൻ ഫ്ലവർ ഉണ്ടായി കിട്ടും. ഫൈനലി ആ ഫ്ലവർ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ സൈഡ് എക്സ്ട്രാ ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് കത്രി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് എത്ര ഇതിൽ വേണോ ആ ഒരു രീതിയിൽ ഷേപ്പാക്കി എടുക്കാം ഫ്ലവറിൻ്റെ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒരു ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതേമാതിരി ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിൻ്റെ അകത്തുനിന്ന് 3 ഫ്ലവർ എടുത്തിട്ട് ഒരുമിച്ച് ഇതേമാതിരി കെട്ടാൻ പോവാണ്. അതിനാണ് നമുക്കിപ്പോൾ സെല്ലോ ടേപ്പ് വേണ്ടത്. അപ്പോൾ ഞാൻ ഗ്രീൻ കളർ സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം ടൈറ്റിലൊന്ന് ചുറ്റി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അത് ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചുറ്റി കൊടുത്തേരെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു ഡ്രോയിങ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ബൈൻഡിങ് വയർ ചുറ്റിയത് അതിൻ്റെ ആ സ്റ്റെം ഒന്ന് നേരിയതായിപ്പോയി, ചെറുതായിപ്പോയി. അപ്പം ഞാൻ അതുകൊണ്ടൊന്ന് സ്റ്റെം ഒന്ന് വലുതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രോയിങ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫ്ലവർ ഇങ്ങനെ ഡ്രോയിങ് ഷീറ്റിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റി എടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് തടിപ്പായി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആ ബൈൻഡിങ് വയർ കുറച്ച് ലെങ്ത്ത് കൂട്ടി വിട്ടിട്ട് ആ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെയും ചെയ്യാം, വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് അതിലേക്ക് വീണ്ടും ഒരു സെല്ലോ ടേപ്പ് ഇങ്ങനെ മൊത്തത്തിൽ ആ ഡ്രോയിങ് ഷീറ്റിലും കൂടി ഒന്ന് മൊത്തത്തിൽ ചുറ്റി കൊടുക്കുന്നുണ്ട്. അതേമാതിരിയുള്ള ഒരു 5 ഫ്ലവറിൻ്റെ സെറ്റ് ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്ലവർ ഇടാൻ ഒരു വാസ് ഉണ്ടാക്കണ്ടേ. അപ്പം നമുക്ക് വാസ് ഉണ്ടാക്കലിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ഹാഫ് പാർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് മിഡൽ പാർട്ട് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിമെൻറ്റ് വേണോ. അപ്പം ഞാൻ സിമെൻറ്റ് ഇവിടെ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്.
അടുത്തതായിട്ട് ഞാൻ എന്താ ഇതേമാതിരിയുള്ള ഒരു വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ട് ആ സിമെൻറ്റിലേക്ക് മൊത്തത്തിൽ മുക്കിയിട്ട് ഒന്ന് സിമെൻറ്റ് കവർ ചെയ്തെടുക്കുന്നുണ്ട് ആ ക്ലോത്തിലേക്ക്. എന്നിട്ട് ഞാൻ ഈ ക്ലോത്ത് ആ വാട്ടർ ബോട്ടിലിലേക്ക് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ വാട്ടർ ബോട്ടിലിലേക്ക് പിടിപ്പിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും കുറച്ച് സിമെൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നല്ലതുപോലെ ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം കേട്ടോ. പിന്നെ ഇതൊന്ന് ചെറുങ്ങനെ ഡ്രൈ ആയി വരുമ്പോൾ ഞാൻ വീണ്ടും കുറച്ച് സിമെൻ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. മാക്സിമം നിങ്ങൾ കൈ ഉപയോഗിക്കാണ്ട് നിൽക്കാൻ നോക്കുക, ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു മരത്തിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നത്. പിന്നെ അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമുക്ക് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണോ ആ ഡിസൈനിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഞാനിതിലേക്ക് ചെറുതായിട്ടൊന്ന് ക്ലേ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മരത്തിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ഇതേമാതിരി റൗണ്ടാക്കി വെച്ചിട്ട് ആ സൈഡൊന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ ഒന്ന് ക്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വിട്ടാൽ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണോ, വെറും പെയിൻറ്റ് വേണോ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ വേണോ ആ രീതിയിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഞാൻ എന്താ ഫുള്ളായിട്ട് ബ്രൗൺ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിലും പുറത്തും എല്ലാം ആയിട്ട് മൊത്തത്തിലൊന്ന് സൈഡിലൊക്കെ ആയിട്ട് നല്ലോണം ബ്രൗൺ കളറൊന്ന് അടിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും ഞാൻ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഞാൻ വാസ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ഇനി നമുക്ക് ആ ഫ്ലവർ ആ വാസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. It's in my chest, got me feeling some kind of way. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.